പ്രിയ കുട്ടികളെ, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന 4ാമത്തെ ചാപ്റ്റർ അവർ ഗവൺമെൻറ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാൻ പോവുകയാണ്. ആൻഷ്യൻറ്റ് തമിഴകം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടൊരു പുറനാനൂറ് എന്ന് പറയുന്ന ഇതിലൊരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കലം ചെയ്കവേ അച്ചുടൈച്ച കട്ടാരം പൊരുന്തിയ ചുറ്റുവൺ പല്ലിപ്പോലെ തന്നൊടു ചുരം പലുവന്തുവെക്കുമിരുളി വിയൻ മലരമരകൻ പൊഴിരിമത്താഴി അകലിത കവനൈമോ നന്ദാരെ മുരൂർ കലഞ്ചെയ്കവേ. പുറനാനൂറ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എക്സ്പ്ലനേഷൻ എന്ന്. ഓ പോട്ടർ, ലൈക്ക് എ ടൈനി വൈറ്റ് ലിസാർഡ് ഹഗിങ് ദ സ്പോക്ക് ഓഫ് എ ടേണിംഗ് കാർട്ട് വീൽ ഈസ് carried to place afar. I have been a part of his joys and sorrows. He has passed away now. Make sure the urn for his burial is wide enough for me too. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കാവ്യത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ അത് ആരെയാണ് ഇതിൻ്റെ അകത്ത് ആരോടാണ് പറയുന്നതായിട്ടാണ്? പോട്ടറിനോട്. ആരുടെ പോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കലം നിർമ്മിക്കുന്ന, മൺകലങ്ങൾ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു വ്യക്തിയോട് ഒരു ആൾ പറയുന്നതാണ്. ലൈക്ക് എ ടൈനി വൈറ്റ് ലിസാർഡ് ഹഗിങ് ദ സ്പോക്ക് ഓഫ് എ ടേണിംഗ് കാർട്ട് വീൽ. അതായത് ഒരു പല്ലി ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാളവണ്ടി ചക്രത്തിൽ പല പല അതിൽ പറ്റിപ്പിടിച്ചത് പോയി ചക്രം കറങ്ങുന്നതനുസരിച്ച് ഇതിങ്ങനെ അതിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് പല പല സ്ഥലങ്ങളിലോട്ട് ദൂരെ പോകുന്നത് പോലെ തന്നെ ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഓൾ ഹിസ് ജോയ്സ് ആൻഡ് സോറോസ്. ഞാനും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാം ഒരു പാർട്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഒരു കാളവണ്ടി നല്ല വഴിയും അതുപോലെ തന്നെ മോശമായ വഴിയെല്ലാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ ആ ഒരു വീലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പല്ലി, അത് ആ എല്ലാ കാലാവസ്ഥയോടും എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ, ഒരു വിധവ പറയുന്നൊരു കാര്യമാണിത്. ആ വ്യക്തിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഞാൻ ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. മേക്ക് ഷുവർ ദാറ്റ് ദ എൻഡ് ഫോർ ഹിസ് ബറിയൽ ഈസ് വൈഡ് ഇനഫ് ഫോർ മീ ടു. അപ്പം അതായത് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ആ ഒരു പാത്രം, കുടം എന്നൊക്കെ നമ്മൾ കലം, അങ്ങനെയുള്ള ആ പാത്രം അദ്ദേഹത്തെ അടക്കം ചെയ്യാനായിട്ട് നിർമ്മിക്കുന്ന അതിൽ എനിക്ക് കൂടി വലിപ്പമുള്ളതായിരിക്കണം എന്നാണ് ആ ഒരു പോട്ടറിനോട് ഈ ഒരു സ്ത്രീയെ പറയുന്നത്. അതാണ് നമ്മൾ പുറനാനൂർ എന്ന പദ്യത്തിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇതിന് കണ്ടന്റിലോട്ട് പ്രവേശിക്കാം. ഗിവൺ എബോവ് ഈസ് ആൻ ആൻഷ്യൻ തമിഴ് സോങ്. The widow asked the potter to make an urn of the burial of her husband. The poem depicts the significance of big urns in the burial practices that prevailed during that period. ഇവിടെ തന്നിരിക്കുന്ന ഒരു തമിഴ് സോങ് ആണ്. അവിടെ the widow asked the potter to make the urn for the burial of her dead husband. നമ്മൾ ആദ്യമേ ചർച്ച ചെയ്താണ്. ഇവിടെ വിധവ പോട്ടറിനോട്, കലം നിർമ്മിക്കുന്ന വ്യക്തിയോട് ഒരു ഏൺ, ഭർത്താവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൺകലം നിർമ്മിക്കാനായിട്ട് പറയുകയാണ്. ആ കലത്തിൽ എന്നെ കൂടി ഉൾക്കൊള്ളാവുന്ന തരത്തിലൊരു കലം നിർമ്മിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ദ പോയം ഡെപിക്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിഗ് ഏൺസ് ഇൻ ദ ബറിയൽ പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. അപ്പം എന്താണ് ഈ പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ കാലഘട്ടങ്ങളിൽ കാലത്ത് ഉണ്ടായിരുന്ന ശവസംസ്കാര രീതി. അതായത് നമുക്കറിയാം, ഇപ്പോഴാണെങ്കിലും നമ്മുടെ നാടുകളിൽ പലതരത്തിലാണ്, ഓരോ മതസ്ഥരും വ്യത്യസ്തമായ രീതിയിലാണ് ശവസംസ്കാര ശുശ്രൂഷകൾ നടത്താറുള്ളത്. ചിലർ നമുക്കറിയാം ദഹിപ്പിക്കുന്നവരുണ്ട്, അല്ലാതെ സംസ്കരിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വലിയ മൺപാത്രങ്ങളിലായിരുന്നു ആളുകളെ സംസ്കരിച്ചിരുന്നത്. നെക്സ്റ്റ്, ദ പ്രാക്ടീസ് ഓഫ് ബറിയിങ് റിമൈൻസ് ഓഫ് ദി deceased by placing them in a big urn prevailed in ancient തമിഴകം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ആൻഷ്യൻ തമിഴകം, പുരാതന തമിഴകം, ആ സമയത്ത് the practice of burying the remains of the
ഡിസീസ്ഡ് ബൈ പ്ലേസിങ് ദം ഇറ്റ് ഇൻ എ ബിഗ് ഏൺ. എന്താ ആ കാലത്ത് മരിച്ചിരുന്നവരെ അവരെ സംസ്കരിക്കാനായിട്ടിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ് ബിഗ് വളരെ വലിയ പാത്രങ്ങളിൽ അല്ലെങ്കിൽ വലിയ മൺകുടങ്ങളിലായിരുന്നു അവരെ സംസ്കരിച്ചിരുന്നത്. സച്ച് ഏൺസ് വേർ നോൺ ആസ് ഏൺ ബെറിയേഴ്സ് ഓർ നന്നങ്ങാടി. അപ്പം അങ്ങനെയുള്ള ആ ആളുകളെ അടക്കം ചെയ്യുന്നതിനോട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് നന്നങ്ങാടി എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും പുരാവസ്തു വകുപ്പൊക്കെ ഇങ്ങനെ നന്നങ്ങാടികളൊക്കെ കണ്ടെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. In some areas, big stones were placed above such urn burials. Locally available stones were used for this. അപ്പം മിക്കവാറും ചില പ്രദേശങ്ങളിൽ വളരെ വലിയ കല്ലുകൾ ഇങ്ങനെയുള്ള ഏൺ ബറിയൽസിൻ്റെ അല്ലെങ്കിൽ നന്നങ്ങാടിയുടെ മുകളിൽ വലിയ കല്ലുകൾ വയ്ക്കാറുണ്ട്. ലോക്കലി അവൈലബിൾ സ്റ്റോൺസ് വെർ യൂസ്ഡ് ഫോർ ദിസ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലോക്കലി അവൈലബിൾ, അത് പ്രാദേശികമായിട്ട് ലഭിക്കുന്ന കല്ലുകളാണ് നമ്മൾ ഈ ഏൺ ബറിയൽസിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റോൺ സർക്കിൾ, ദെൻ ഡോൾമെൻ, സിസ്റ്റ്, റോക്ക് ചേംബർ, തൊപ്പിക്കല്ല് അല്ലെങ്കിൽ ടോം സ്റ്റോൺ, കൂടക്കല്ല് അല്ലെങ്കിൽ അംബർല സ്റ്റോൺ, സാക്രിഫൈസ്, മെൻഹിർ എക്സെട്ര അവർ റിമാർക്കബിൾ എമോങ് ദം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലുകൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോൺ സർക്കിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ സർക്കിളുണ്ട്. അതുപോലെ തന്നെ ഡോൾമെൻ എന്ന് പറഞ്ഞാൽ കന്മേശ എന്ന് പറയുന്ന ഡോൾമെൻ കന്മേശ. നെക്സ്റ്റ് വൺ ഈസ് ദ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്ലറുകൾ. അതുപോലെ റോക്ക് ചേംബർ നമുക്കറിയാം മുനീറ എന്ന് നമ്മൾ പറയും. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് മുനീറ കാണാറുണ്ട്. അടുത്ത തൊപ്പിക്കല്ല് അല്ലെങ്കിൽ ടോം സ്റ്റോൺ, കൂടക്കല്ല്. അതുപോലെ തന്നെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കൽത്തൊട്ടി എന്ന് പറയുന്നത് കൽത്തൊട്ടി. മെൻഹർ എന്ന് പറഞ്ഞാൽ എന്താണ് അവയുടെ മീനിങ്? നാട്ടുകല്ല്. നമ്മളിവിടെ അതിൻ്റെ ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെൻഹർ എന്ന് പറയുന്ന അതിൻ്റെ ഡയഗ്രാം, നാട്ടുകല്ല്. അതുപോലെ ഡോൾമെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ കന്മേശ എന്ന് പറയും, നമുക്കത് കാണുമ്പോഴേ അറിയാം. അടുത്ത സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കൽത്തൊട്ടിയാണ്, അതും ഇവിടെ അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടക്കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ they are known as the megalithic monuments, and the period between they were constructed is known as the megalithic period. They are known as the megalithic monuments, and the period when they were constructed is known as the megalithic period. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സ്റ്റോൺ പീസുകൾ, സ്റ്റോൺ സർക്കിൾ, സിസ്റ്റ്, റോക്ക് ചേംബർ, ഡോൾമൻ, ഇപ്പം ഇങ്ങനെയുള്ളതിനെല്ലാം അറിയപ്പെടുന്നത് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്നാണ്. സ്മാരകങ്ങൾ, ശിലാസ്മാരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദ പീരിയഡ് വെൻ ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഈസ് നോൺ ആസ് ദ മെഗാലിത്തിക് പീരിയഡ്. അപ്പോൾ അത് നിർമ്മിച്ച ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേരാണ് മെഗാലിത്തിക് പീരിയഡ് എന്ന് പറയുന്നു. ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, ആൻഷ്യൻ തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ് ആൻഡ് എ ഫ്യൂ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദി ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം. നമുക്ക് പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ആ ഒരു സ്രോതസ്സുകൾ നമുക്ക് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, ആൻഷ്യൻ തമിഴ് സോങ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളൊരു തമിഴ് സോങ് എൻ്റെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പുറനാനൂർ എന്ന് പറയുന്ന ആ ഒരു തമിഴ് സോങ്ങിൻ്റെ പാർട്ട്. അങ്ങനെയുള്ള തമിഴ് സോങ്സുകൾ, അതുപോലെ നാണയങ്ങൾ, ട്രാവലോഗ്സ് സഞ്ചാരക്കുറിപ്പുകൾ, ആൻഡ് എ ഫ്യൂ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ലിഖിതങ്ങൾ, തമിഴ് ലിഖിതങ്ങൾ. ഇവയെല്ലാമാണ് ആൻഷ്യൻ തമിഴകത്തിൻ്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രാചീന തമിഴകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവയിൽ നിന്നെല്ലാമാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ and discuss the feature of the different megalithic monuments. Next,
different types of iron tools have been discovered from these megalithic monuments. അപ്പം നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള സ്മാരകങ്ങളിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ടൂൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദേ ഇൻക്ലൂഡ് സോഡ്, സ്പിയർ, നൈഫ്, ഹുക്ക്, ലാം, നെയിൽ ആൻഡ് സോ ഓൺ. അത് വാളുകളുണ്ട്, അതുപോലെ സ്പിയർ കുന്തമുണ്ട്, നൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് കത്തി, ഹുക്ക് ചൂണ്ടക്കൊളുത്ത്, അതുപോലെ വിളക്കുകൾ, ആണി, അങ്ങനെയുള്ള ധാരാളം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള ഈ മോണ്യുമെൻറ്റ്സിൽ സ്മാരകങ്ങളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹിൻസ് ദിസ് പീരീഡ് ഇസ് നോൺ ആസ് ദ അയൺ ഏജ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ഒരു ഏജിന് പറയുന്ന പേരാണ് അയൺ ഏജ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഇപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഈ മെഗാലിത്തിക് പീരീഡിൽ, മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സിൽ നിന്നും. അപ്പം അതുകൊണ്ട് ആ ഒരു പീരീഡിന് നമ്മൾ പറയുന്ന പേരാണ് അയൺ ഏജ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ബിസൈഡ്സ് അയൺ ടൂൾസ്, ക്ലേ പോട്ട്സ്, ബീഡ്സ് എക്സെട്ര വെർ ഓൾസോ ഫോൺ ഫ്രം ദീസ് മോണ്യുമെൻറ്റ്സ്. നമുക്ക് ബിസൈഡ്സ് അയൺ ടൂൾസ്, അതായത് ഇവയെ കൂടാതെ മൺപാത്രങ്ങൾ, അതുപോലെ മുത്തുകൾ, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള വസ്തുക്കൾ കൂടി ഈ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. റോമൻ കോയിൻസ് വെർ ഓൾസോ ഡിസ്കവേർഡ് ഫ്രം എ ഫ്യൂ മോണ്യുമെൻറ്റ്സ്. ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് വെർ യൂസ്ഡ് ഇൻ ദാറ്റ് പീരീഡ്. അതുപോലെ റോമൻ കോയിൻസ്, നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നാണയങ്ങളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള റോമൻ കോയിൻസും ഈ ഒരു മോണ്യുമെൻറ്റ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് വെർ യൂസ്ഡ് ഇൻ ദാറ്റ് പീരീഡ്. ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അകം കറുത്തതും പുറം ചുവന്നതുമായ പാത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മെനി മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. ഇപ്പം ഇങ്ങനെയുള്ള സ്മാരകങ്ങൾ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് നമ്മൾ സൗത്ത് ഇന്ത്യയുടെ, ദക്ഷിണേന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുമണൽ, അതുപോലെ അളഗേരി, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറുമനങ്ങാട്, മറയൂർ, അതുപോലെ ഉമ്മിച്ചിപ്പൊയിൽ. അപ്പം ഇതെല്ലാം നമുക്കിങ്ങനെയുള്ള മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ലഭിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ കൊടുമണൽ, സെക്കൻഡ് വൺ ഈസ് അളഗരൈ, തിരുക്കാമ്പലിയൂർ, ആദിച്ചനെല്ലൂർ, ചെറുമനങ്ങാട്, ഉമ്മിച്ചിപ്പൊയിൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള നമുക്ക് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ഡിസ്കവർ ചെയ്ത സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളാണ്. നമുക്ക് ആ ചിത്രങ്ങളിൽ കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. അയൺ ടൂൾസ് ഡിസ്കവേർഡ് ഫ്രം മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അയൺ ടൂൾസ് ഉണ്ട്. നെക്സ്റ്റ് പിക്ചർ ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ്. ഇതാണ് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തു. ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് എന്ന് പറഞ്ഞാൽ അകം കറുത്തതും പുറഭാഗം ചുവന്ന കളറുള്ളതുമായ മൺപാത്രങ്ങളെയാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിസ്റ്റ് ഡിസ്കവേർഡ് ഫ്രം കൊടുമണൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ കല്ലറകളാണ് സിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സ്കവേഷൻ ഓഫ് ആദിച്ചനല്ലൂരിലുള്ള ആ ഒരു ഖനനം നടത്തിയപ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കാം, അവിടെ ആ ഒരു അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സംഘം ലിറ്ററേച്ചർ. ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ആൻഡ് ഏൻഷ്യന്റ് തമിഴ് സോങ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്. നമ്മളിപ്പോൾ പറഞ്ഞു മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, അതായത് ആ മെഗാലിത്തിക് പീരീഡിലുള്ള മെഗാലിത്തിക് സ്മാരകങ്ങൾ, മഹാശില സ്മാരകങ്ങളും അതുപോലെ ആൻഷ്യൻ തമിഴ് സോങ്സ് ബിലോങ് ടു സെയിം പീരീഡ്. തമിഴ് സോങ്സ്, പുരാതന തമിഴ് പാട്ടുകളും എല്ലാം ഒരു സെയിം പീരീഡിനെ തന്നെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു. ദ റീജിയൻ റേഞ്ചിങ് ഫ്രം തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. അപ്പം ആ ഒരു റീജിയൻ, ഇത് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ റീജിയൻ എന്ന് പറയുന്ന റീജിയൻ റേഞ്ചിങ് ഫ്രം തിരുപ്പതി ടു ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമായിരുന്നു ആ ഒരു റീജിയനിൽ ആയിട്ടുണ്ടായിരുന്നത്. ദിസ് ഇൻക്ലൂഡഡ് കേരള ആസ് വെൽ ആസ് കോൾഡ് തമിഴകം ഇൻ ആൻഷ്യൻ പീരീഡ്. അപ്പോൾ നമുക്കറിയാം, അത് സാധാരണയായിട്ട് ആന്ധ്ര മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ് സൗത്ത് ഇന്ത്യയിലുള്ള. ആ ഭാഗത്തിൽ നമ്മളും അതിൻ്റെ അകത്ത് തന്നെ വരുന്നത്. കേരളം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
തമിഴകം. അപ്പോൾ അതായത് ഇത്രയും പ്രദേശങ്ങളെയാണ് പുരാതന കാലത്ത് തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത്. The ancient Tamil songs provide more information about the human life in the ancient തമിഴകം. ഇപ്പം നമ്മൾ ഈ പുരാതന തമിഴകത്തെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? അതായത് അന്നുള്ള തമിഴ് സോങ്സ്, തമിഴ് കാവ്യങ്ങൾ, ആ ഒരു തമിഴ് സോങ്സിൽ നിന്നാണ് നമുക്ക് ധാരാളമായിട്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ, എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവരുടെ ആ സമയത്തുള്ള ജീവിത രീതികൾ, ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് അറിവ് ലഭിക്കുന്നത് തമിഴ് സോങ്സിൽ നിന്നാണ്. The collection of these ancient Tamil songs is known as സംഘം ലിറ്ററേച്ചർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു തമിഴ് സോങ്സിൻ്റെ കളക്ഷൻ, ആ ഒരു തമിഴകം പീരീഡിൽ, ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന തമിഴ് സോങ്സിൻ്റെ കളക്ഷന് പറയുന്ന പേരാണ് സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചർ ഇസ് ദ മോസ്റ്റ് ആൻഷ്യൻ്റ് എമോങ് ദ അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മളെ സംഘകൃതികൾ എന്നറിയപ്പെടുന്ന നമ്മളെ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സംഘ ലിറ്ററേച്ചർ ഇസ് ദ മോസ്റ്റ് ഏൻഷ്യൻ എമോങ് ദ അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. നമ്മുടെ തമിഴ് സാഹിത്യത്തിൽ നമുക്ക് ഏറ്റവും പുരാതനമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് ഈ സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘം കൃതികൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദീസ് വെയർ കംപ്ലൈഡ് ഇൻ ദ പീരിയഡ് ബിറ്റ്വീൻ BCE 300 ആൻഡ് CE 300. അതായത് ആ ഒരു ദീസ് വെയർ ഈ സംഘം ലിറ്ററേച്ചർ എങ്കിൽ നമ്മൾ പറഞ്ഞവ അത് ദീസ് വെയർ കംപ്ലൈഡ് ഇൻ ദ പീരിയഡ് ബിറ്റ്വീൻ BCE 300 ആൻഡ് CE 300. അപ്പം അതിൻ്റെ ഒരു സമയം, ആ ഒരു സംഘം ലിറ്ററേച്ചറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ബിഫോർ ദ കോമൺ ഈറ എന്താണ് BCEയുടെ ഫുൾ ഫോം? ബിഫോർ ദ കോമൺ ഈറ 300 ആൻഡ് കോമൺ ഈറ 300. അപ്പം അതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ് BCE 300-നും CE 300-നും ഇടയ്ക്കുള്ളതാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും നമുക്ക് അവിടെ ഒരു നാട കൊൻട്രോ, കാട കൊൻട്രോ, അവല കൊൻട്രോ, മിച്ചൈ കൊൻട്രോ, എവഴി നല്ലൊരടയാർ, അവഴി നല്ല വാഴയിലിനെ. അപ്പം അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഇത് ഒരു തമിഴ് ഇത് തന്നെയാണ്, തമിഴ് സാഹിത്യത്തിലുള്ള ഭാഗം തന്നെയാണ്. ഓ എർത്ത്, വെദർ യു ആർ പ്ലെയിൻ ഓർ ജംഗിൾ, ഹിൽ ഓർ വാലി, യു ആർ ഗുഡ് ഓൺലി ഇഫ് ദ വിർച്വസ് ഫോക്സ് റിസൈഡ് ദെയർ, യു ഹാവ് നോ വിർച്വർ ഓഫ് യുവർ ഓൺ. ഇവിടെ ദിസ് ലൈൻസ് ഗിവൺ എബവ് വാസ് റിട്ടൺ ബൈ അവയർ എന്ന് പറയുന്ന ആ ഒരു ഫേമസ് പോയറ്റ്, സംഘം പീരീഡിലുള്ള, നമ്മളിപ്പോൾ പറഞ്ഞ ആ സംഘ കാലഘട്ടത്തിലുള്ള ആ ഒരു ഫേമസ് പോയറ്റിൻ്റെ കുറച്ച് ലൈനുകൾ എഴുതിയിരിക്കുന്ന കുറച്ച് വരികളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലൈക്ക് അവയർ ദെയർ വെർ സെവറൽ വിമൺ പോയറ്റ്സ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അവയറിനെ പോലെ തന്നെ ആ സമയത്ത് ധാരാളം സ്ത്രീ കവിയത്രികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കപിലർ, പാർനാർ, മധുരൈ നക്കീനരാൻ, പാലൈ ഗൗതമനാർ എക്സെട്ര വെർ ദ മേജർ പോയറ്റ്സ് ഓഫ് ദി പീരീഡ്. ഈ സമയത്ത് ഈ സംഘം പീരീഡിലുള്ള കവികളാണ് ഇവരൊക്കെ. കപിലർ, പർനാർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ എക്സെട്ര വെർ ദ മേജർ പോയറ്റ്സ് ഓഫ് ദ പീരീഡ്. ദ വർക്ക് ഓഫ് ദീസ് പോയറ്റ്സ് ഹാവ് ബീൻ കംപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് ടെക്സ്റ്റ്സ്. അപ്പോൾ നമുക്ക് ഇവരുടെ വർക്കുകൾ എന്ന് വെച്ചാൽ ഇവരുടെ രചനകൾ നമുക്ക് പല പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പീരിയഡ് ഓഫ് കോമ്പോസിഷൻ ആൻഡ് തീം. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി ഗിവൺ ടേബിൾ. അപ്പോൾ ഇവരുടെ ഈ കൃതികൾ അല്ലെങ്കിൽ രചനകൾ അവയുടെ ആ സമയം അനുസരിച്ചും അതുപോലെ അതിൻ്റെ കമ്പോസിഷൻ അതിൻ്റെ തീം അനുസരിച്ചും അതിൻ്റെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഇതൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ തിരിച്ചിട്ടുണ്ട്,